ഹായ് ഹലോ, ഞാൻ നിംസ് ടാരോ റീഡറാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ് ആണ്. രാത്രി ടൈമിൽ അവർ എന്തായിരിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന കാർഡ്സ് നിങ്ങളുടെ എനർജിയും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് 9 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ കറണ്ട് സിറ്റുവേഷനിൽ വളരെയേറെ ബുദ്ധിമുട്ടിയിരിക്കുക, അവരെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാത്തിരിപ്പിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരെ എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. സെക്കൻഡ് കാർഡ് 3 ഓഫ് വാൻഡ്സ് ആണ്. 3 ഓഫ് വാൻഡ്സ് അവരുടെ എനർജി ആയിട്ട് കാണിക്കുന്നത്. അവരുടെ എനർജി എന്ന് പറയുമ്പോൾ അവരും സെയിം എനർജിയിൽ തന്നെ നിൽക്കണം, വെയിറ്റിംഗ് എനർജി ആയിട്ട് നിൽക്കണം. അവരുടെ ഡ്രീംസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെയാണ് കാണിക്കുന്നത്. അത് നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. 6 ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത് ഒരു ട്രാൻസിഷനാണ്. അതായത് നിങ്ങളുടെ വേദനയെ ഹീലാക്കി കളയുന്നു എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാളും ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നു. അവരായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല, കാണുന്നുണ്ടാവില്ല, അവരുടെ ഓർമ്മകൾ അലട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ദുഃഖിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. കാത്തിരിപ്പാണ് കാണിച്ചത്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ഇപ്പോൾ നമ്മളുടെ റീഡിങ്സോ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും റീഡിങ്സൊക്കെ കണ്ടിട്ട് നിങ്ങളെ തന്നെ കുറച്ചൊക്കെ ഹീലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീലാവാന്ന് പറയുമ്പോൾ നമ്മളുടെ വിഷമങ്ങളെല്ലാം ഹീലാക്കി കളഞ്ഞ് പുതിയ മനുഷ്യനാവാനായിട്ട് നിങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങൾ അവരെ പിറകെ പോകണമെന്നില്ല. അവർ വരുമ്പോൾ വരട്ടെ എന്നൊരു മനോഭാവത്തോടു കൂടി നിങ്ങളെ തന്നെ നിങ്ങളുടെ മുറിവുകളെ ഹീലാക്കി കളയാണ്. ആ ഹീലാക്കി കളയുമ്പോൾ നെഗറ്റീവ്സ് എല്ലാം പോയിട്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ്സ് അട്രാക്ഷൻ നടക്കും. നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യും. 6 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾ എല്ലാ മുറിവുകളും ഉണക്കി ഹീലായി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്തേണ്ട കാര്യം, നിങ്ങൾ എന്തിനെയാണോ മാനിഫെസ്റ്റ് ചെയ്തത്, ആ മാനിഫെസ്റ്റ് ചെയ്ത വ്യക്തിയോ കാര്യങ്ങളോ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ 6 ഓഫ് സോർട്സിൽ നിങ്ങൾക്ക് ആരുടെ ഒരു സഹായം വരുന്നുണ്ട്. ആരോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിനായിട്ട് നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒരാളാവാം, അല്ലെങ്കിൽ നിങ്ങളറിയുന്ന ഏതൊരു പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നീ വിഷമിച്ചിരിക്കേണ്ട ആളല്ല, നിനക്കുള്ളത് വരും, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ട് ഇരുന്നോളൂ, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. അങ്ങനെ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനായിട്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തളർന്നിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗമാവാം. എന്നെ കാണുന്ന എനർജീസിൽ പലരുടെ എനർജി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സായിട്ട് തന്നെ എന്തിനോ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. എന്തോ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് വ്യക്തികളാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ ആവാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവാം, എഡ്യൂക്കേഷൻ ആവാം. എന്തോ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ അത് നിങ്ങളിലുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന റീഡിങ്സ് ആവാം. നിങ്ങൾ മെൻ്റലി വളരെയേറെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ റീഡിങ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെൻ്റലി നിങ്ങൾ ഓക്കെ ആവുന്നുണ്ടാവാം, സ്ട്രോങ് ആവുന്നുണ്ടാവാം. ഇത് ഇത്ര പേർക്ക് റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസിനേറ്റ് ആവുന്നവർ ഇത് പോസിറ്റീവായിട്ട് എടുക്കുക.
ഇപ്പോൾ എൻ്റെ റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവറിന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് മെൻ്റലി സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ അതും യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് കാർഡ് ദ ടെമ്പറൻസ് ആണ്. എന്താ ടെമ്പറൻസ്? നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ ഒരു ബാലൻസ് ഈക്വലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഈക്വൽ ഇതാണല്ലോ. മുന്നേ നിങ്ങൾക്ക് നിങ്ങളും അവരും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പടി താഴെയായിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. വിദ്യാഭ്യാസപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ കരിയർ വൈസ്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. ഇതിലെല്ലാം നിങ്ങൾ അവരുടെ മുന്നിൽ ഒരുപടി താഴെയായിട്ടാണ് അവരുടെ മൈൻഡിൽ ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ യൂണിവേഴ്സായിട്ട് തന്നെ അവർക്കൊരു തിരിച്ചറിവ് നൽകി. ദ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ അവർ എല്ലാം മനസ്സിലാക്കി അവരൊരു സമാധാനം ഉള്ള ഒരു എന്താ പറയുക ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്ന് അവർ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇനി അവരിലേക്ക് ചെല്ലണം, അവർക്കൊരു ഈക്വൽ ബാലൻസ് കൊടുക്കണം, അവർക്ക് സമാധാനമുള്ള ലൈഫ് ഇനിയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റണം എന്നൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ ഈ നിമിഷത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തുടക്കം തന്നെയാണ്. ഇതുവരേക്ക് കോണ്ടാക്ട്സിൽ എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം, പുതിയൊരു ലൈഫ്, പുതിയതായി കുറേ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റിനെ എല്ലാം വിട്ടുകളഞ്ഞിട്ട്, പാസ്റ്റെല്ലാം എന്തൊക്കെയോ നമ്മുടെ ഇടയിൽ സംഭവിച്ചു പോയി, അവർ ചിന്തിക്കുകയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളുടെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചു പോയി, അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ലീവ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ തുടക്കം വേണം, പുതിയൊരു ജീവിതം വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. സെയിം കാർഡ്സ് തന്നെയാണ് നെക്സ്റ്റ് രണ്ട് കാർഡ്സും കാണിക്കുന്നത്. ദ ചാരിയറ്റ് കാർഡും 10 of Wands കാർഡും. എന്താ പറയുക, ചാരിയറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അടുക്കുന്നത് വേഗത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം. മേ ബി നാളെ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ റീയൂണിയൻ പോസിബിൾ ആയിട്ടാണ് ദ ചാരിയറ്റ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു അവസരം വന്നു കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഹീലാവും തോറും നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജീസ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോയാൽ, വേറെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡിലേക്ക് ഞാൻ പോയാലോ, ഇതൊക്കെ മറന്നുകൊണ്ടിട്ട് തൽക്കാലം ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അവരിൽ നിന്നും ഇപ്പോൾ ഗ്യാപ്പിട്ട് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾ എല്ലാത്തിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറേ പേര് അബ്രോഡ് പോകാൻ നോക്കുന്നുണ്ടാവാം, ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനും എഡ്യൂക്കേഷനൊക്കെ സെറ്റാക്കാനും, അല്ലെങ്കിൽ പുതിയ കരിയർ നോക്കാനൊക്കെ നാട്ടിലായാലും നോക്കുന്ന പേഴ്സൺസ് ഉണ്ടാവാം. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് ഇതുവരെയുള്ള ഒരു ടൈം പോലെയല്ല നിങ്ങളുടെ കാര്യങ്ങൾ. നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതല്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾക്കിടയിൽ ഇത്രയും നാളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് സംഭവിച്ച് ഇട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ല, യൂണിവേഴ്സും കൂടി അതിൽ ഇൻവോൾവ് ആണ്. യൂണിവേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഇതെങ്ങനെ പോകണം, നിങ്ങൾ എങ്ങനെ ആവണം.
നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങളെ ചുറ്റുമുള്ളതൊന്നും കാണില്ല. നിങ്ങളെ പ്രണയത്തെ മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ളത് കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തിയെ നമ്മൾ അഗാധമായിട്ട് സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യും നമ്മൾ. നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട് എന്ന് അവരും എങ്ങനെയാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ കൊളീഗ്സ് ആവാം, അങ്ങനെ കുറേ എനർജീസ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കൂടി വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് തന്നത്. എന്നാൽ അവരുടെ സൈഡിൽ നിന്ന് ഇഷ്ടമില്ല എന്നല്ല. നമ്മൾ ഒരു സൊസൈറ്റിയിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിന് കീഴിൽ നമ്മളുടെ ഈ ഒരു ചെറിയ എനർജി നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എനർജി, നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ഉള്ളൊരു എനർജി, അതാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയം നമുക്ക് തോന്നുന്ന സെയിം ഇമോഷൻസ് ആ വ്യക്തിയിലും ഉണ്ടാകുമ്പോഴാണ് അത് പ്രണയമാകുന്നത്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ അടുത്തും ഈ പറയുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മൾ ആ എനർജിയിൽ മാത്രം ഫോക്കസ്ഡ് ആയി പോകുന്നു. അതിൽ നിന്നൊരു മാറ്റമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നത്. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, യാഥാർത്ഥ്യം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു തുടക്കം. അത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. ദ സൺ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നത്. 2 ഓഫ് കപ്സും പറയുന്നത് റീയൂണിയൻ തന്നെയാണ്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ മാരേജ് ആയിട്ട് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക്. നിങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ട് ഇത് വേണ്ട, ഈ റിലേഷനേ വേണ്ടാന്ന് വെച്ചാൽ അവസാനിക്കുന്ന പല ബന്ധങ്ങളും ഇതിൽ ഈ ഒരു 1-2 ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സ് തന്നെ മാറുകയാണ്. നിങ്ങൾ വീണ്ടും പുതുതായിട്ട് അവരിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്നുകൊണ്ട്, വലിയ വലിയ തെറ്റുകളൊന്നും ആവില്ല, ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്ത ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാവാം. എല്ലാ എനർജീസും അല്ല കേട്ടോ ഞാൻ പറയണേ. എല്ലാ എനർജീസും നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടാണ് കാണിക്കുക, ഒരുപോലെ അല്ലല്ലോ റീഡിങ് വരിക. നിങ്ങൾ അവരടുത്ത് ചെയ്ത പ്രവൃത്തിയും അവർ നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയും നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിനറിയാം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെങ്ങനെ യൂണിവേഴ്സിൽ നിങ്ങളുടെ പോസിറ്റീവ്സിനെ എല്ലാം സറണ്ടർ ചെയ്തുകൊണ്ട് നെഗറ്റീവ്സിനൊക്കെ വിട്ടുകളയുക, പോസിറ്റീവ്സിനെ യൂണിവേഴ്സിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ആവുക. അത്ര തന്നെ യൂണിവേഴ്സ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പുതിയൊരു തുടക്കമാണ്, പുതിയൊരു ബാലൻസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസിനേറ്റ് ആവുന്നവർ അത് സ്വീകരിക്കുക, അല്ലാത്തവർ അത് വിട്ടുകളയുക. ഇവിടെ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ 3 ഒറക്കിൾ കാർഡ്സ് എടുത്തിട്ടുണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, കുറച്ച് സീക്രട്സ്. അതാണ് അവിടെ കാണിക്കുന്നത്. ആ സീക്രട്സ് നിങ്ങളെടുത്ത് അവർ പറയും. നിങ്ങൾ ഒരു റീയൂണിയൻ ആഗ്രഹിച്ചിട്ടില്ലേ, ആ റീയൂണിയൻ തന്നെയാണ് അവിടെ പോസിബിളായിട്ട് കിടക്കുന്നത്. ഈ 2024 അവസാനിക്കാൻ പോകുന്ന ഒരു ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളിൽ പല എനർജീസിൻ്റെയും റീയൂണിയൻ പോസിബിൾ ആണ്. അവർ പറയുന്നുണ്ട്, ഇന്ന് വരയ്ക്കും ഞാനും നീയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു, ഇനി എങ്ങനെ ചേഞ്ച് ആവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണാണ്ടിരുന്നോട്ടെ, നിങ്ങൾ മിണ്ടാണ്ടിരുന്നോട്ടെ, എങ്ങനെ ആയാലും ഞാനും നീയും തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു സോൾ കണക്ഷൻ ഉണ്ടായിരുന്നു. അത് ഇതുവരേക്കും ഉണ്ട്. ഇനി എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് അവരെത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് തിരിച്ച് പ്രതികരിക്കുക എന്ന് അവർക്കൊരു ടെൻഷനുണ്ട്, ഒരു പേടിയുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇതുവരേക്കും എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താ പറയുക, ഒരു മാറ്റം ഫീൽ ചെയ്യണില്ല, ഇനി ആവോ എന്നൊരു പേടി അവർക്കുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു മാറ്റം സംഭവിക്കും, എന്തെങ്കിലും ചേഞ്ചസ് നിനക്ക് സംഭവിക്കുമോ,
നീ എന്നെ പഴയതുപോലെ സ്നേഹിക്കുമെന്നൊരു ചിന്ത അവർക്കുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. എന്നാൽ റീയൂണിയൻ പോസിബിളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനോ പ്രവർത്തിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങളുടെ മീറ്റിംഗ് ടൈമിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് പറഞ്ഞ് ഇനി പുതിയൊരു തുടക്കത്തിലേക്ക് പോവുക. എന്തായാലും റീയൂണിയൻ പോസിബിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഈ രാത്രികാല ടൈമിൽ അവർ ഒന്ന് നേരം പുലർന്നോട്ടെ, എനിക്ക് അവളെ കാണണം അല്ലെങ്കിൽ അവനെ കാണണം എന്ന് ചിന്തിച്ച് കിടക്കുന്ന പേഴ്സൺ തന്നെയാണ്. ഒരുപാട് പേര് ഈ എനർജിയിൽ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പോസിറ്റീവ് എനർജിയെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇന്ന് കിടന്നുറങ്ങിക്കോളൂ. നിങ്ങളുടെ പേഴ്സൺ എവിടെയും പോവില്ല, നിങ്ങളുടെ അടുത്ത് തന്നെ വരും. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം നിംസ്.